പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അതിൻ്റെ റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, പെട്ടെന്ന് അതിൻ്റെ തിയറി പാർട്ട് ഒന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയാണ് നമ്മളതിൽ പഠിച്ചത്? ആദ്യം നമ്മളതിൽ മാറ്റർ എന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു മാറ്ററാണ്, ഇതൊക്കെ മാറ്ററാണ്. നമ്മളെന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, അതേപോലെ നിശ്ചിത മാസ് ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് മാറ്റർ. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഈ മാറ്ററിന് നമ്മൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതേപോലെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താ കെമിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ളത്? നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ്, പിന്നെന്താണ് മിക്സേഴ്സ്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും നമ്മൾ എലമെൻറ്റ്, കോമ്പൗണ്ട്, അടുത്തതെന്താണ് ഹോമോജീനിയസ് മിക്സർ, ഹെറ്ററോജീനിയസ് മിക്സർ. ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എന്താണ് ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കണ്ടെയ്നിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരു ടൈപ്പ് ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോക്കൂ, പാർട്ടിക്കിൾസ് ഓഫ് ആൻ എലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ദീസ് പാർട്ടിക്കിൾ മേ എക്സിസ്റ്റ് ആസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കൂ, സോഡിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ സോഡിയം ആറ്റംസ് ആണ്. ഓക്സിജൻ എടുത്താൽ അതൊരു എലമെൻ്റ് ആണ്, അതിൽ ഓക്സിജൻ മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് കണ്ടെയ്നിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഇനി അതേസമയം കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്, ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 2 or more elements in a fixed proportion by mass. Then നോക്കൂ, എന്തായാലും എഴുതിയ എന്താണ്? കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്, മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ. അപ്പോൾ നോക്കൂ, വാട്ടർ എന്നുള്ളത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ കമ്പൈൻ ചെയ്ത റേഷ്യോ ഒരു ഫിക്സഡ് ആണ്, അതൊരു പ്യുവർ സബ്സ്റ്റൻസും ആണ്. അതിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട്. ദെൻ ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ ഏതാ പറഞ്ഞത്? അടുത്ത ടൈപ്പ് ഏതായിരുന്നു? ദെൻ കോമ്പൗണ്ടിൽ ആദ്യം നോക്കൂ, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഇൻ എ ഫിക്സഡ് ആൻഡ് ഡെഫിനിറ്റ് റേഷ്യോ ആൻഡ് ദിസ് റേഷ്യോ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ദെൻ വാട്ടർ H2, ഇവിടെ 2 gram ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 16 gram ഓക്സിജൻ ഉണ്ട്. ഇത് വാട്ടറിൻ്റെ ഒരു പ്രപ്പോർഷനാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത് വേറൊരു കോമ്പൗണ്ട് ആണ്. ഇവിടെ 2:32 ആണ് മാസിൻ്റെ റേഷ്യോ വരുന്നത്. അത് ഓരോ കോമ്പൗണ്ടിനും പ്രത്യേക പ്രപ്പോർഷനാണ്. പിന്നെ അടുത്ത്, ദ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി ദെൻ എവിടുന്ന് വ്യത്യാസമുണ്ട്? ഹൈഡ്രജനിന്ന് വ്യത്യാസമുണ്ട്, ഓക്സിജനിന്ന് വ്യത്യാസമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. പക്ഷേ H2O വാട്ടർ എന്താണ്? ദെൻ ഒക്കെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം, കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് എന്നുള്ളതും കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മിക്സേഴ്സ് ആണ്. എങ്ങനെ മിക്സേഴ്സ് ഉണ്ടാക്കുക? അപ്പം നമ്മൾ വാട്ടർ എടുക്കുന്നു, വാട്ടർ ഇതിലേക്ക് NaCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിക്സറാണ്. ഇത് രണ്ട് പ്യുവർ കോമ്പൗണ്ടാണ്. പ്യുവർ കോമ്പൗണ്ടുകൾ നമുക്ക് ഇവിടെ ഉപ്പ് ആഡ് ചെയ്യുന്ന കുറച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആവണമെന്നൊന്നും പറയുന്നില്ല. ഇതൊരു മിക്സറാണ്. ആ മിക്സേഴ്സ് ആർ ഫോംഡ് ബൈ, എങ്ങനെ ഫോം ചെയ്യാം? ഇപ്പം നമുക്ക് വേണമെങ്കിൽ കോപ്പറും അതേപോലെ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ് എങ്ങനെ ഉണ്ടാക്കുക? ഗോൾഡും പിന്നെ ഏതാണ് കോപ്പറും കൂടി ചേർന്നിട്ടാണ്. ഇതൊരു അലോയി ആണ്. ഇതിൽ കോപ്പറിൻ്റെ പ്രപ്പോർഷൻ വേണമെങ്കിൽ കൂട്ടാൻ പറ്റും, കുറക്കാൻ പറ്റും. ഇതും നമുക്ക് പറയാം ഇതൊരു കോമ്പൗണ്ട് അല്ല, ഇതൊരു മിക്സറാണ്. ആ മിക്സേഴ്സ് ആർ ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് എന്താണ്? 2 or more പ്യുവർ സബ്സ്റ്റൻസ്. അത് എലമെൻറ്റുകളാകാം അല്ലെങ്കിൽ കോമ്പൗണ്ടുകളാകാം. അതിനെ പറയുന്ന പേരാണ് മിക്സേഴ്സ്. സോ എ മിക്സർ കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് ഓഫ് 2 or more പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് മേ ബി പ്രസൻറ്റ് ഇൻ എനി റേഷ്യോ. ഹെൻസ് കോമ്പോസിഷൻ ഈസ് വേരിയബിൾ. കോമ്പോസിഷൻ വേരിയബിൾ ആണ്. ഇനി നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇവിടുന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കുന്നു, താഴ്ന്ന് ടേസ്റ്റ് നോക്കുന്നു. എല്ലാ ഭാഗത്തും ഒരേ
കോമ്പോസിഷൻ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഒരു മിക്സ്ചറിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കോമ്പോസിഷൻ ആണെങ്കിൽ അതിനെ ഹോമോജീനിയസ് മിക്സ്ചർ എന്നും, അതേസമയം നമ്മൾ മണലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെളി എടുത്തു കഴിഞ്ഞാൽ അതൊരു മിക്സ്ചറാണ്. ദെൻ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കോമ്പോസിഷൻ ആവുമോ? അല്ല. ദെൻ അതിനെ പറയുന്ന പേരാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ത്രൂ ഔട്ട് കംപ്ലീറ്റ് ഒരേപോലെ കോമ്പോസിഷൻ, അത് ഹോമോജീനിയസ് മിക്സ്ചർ. ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷന്, ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് ഏതാണ് എക്സാമ്പിൾ? സോയിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കേട്ടോ. ഹോമോജീനിയസ് മിക്സ്ചർ, അതേപോലെ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ക്ലിയർ അല്ലേ അത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയർ എന്നുള്ള എന്തായിരിക്കും? എയർ നിങ്ങൾ പറ. ഒരു ബീക്കറിൽ നമ്മൾ എയർ എടുത്തിട്ടുണ്ട്. ആ എയറിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതൊരു മിക്സ്ചറാണ്. ഇനി ഏത് തരം മിക്സ്ചർ ആയിരിക്കും? ഇവിടെ എല്ലാ ഭാഗത്തും ഒരേ കോമ്പോസിഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പോൾ എയർ എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ് എയർ. ഓക്കെ. ദെൻ അലോയ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? ഗോൾഡും കോപ്പറും കൂടി. ഇനി അതേപോലെ ബ്രാസ്, ബ്രോൺസ് ഒക്കെ പഠിച്ചല്ലേ അത്. ഈ അലോയ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അതും ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഹെറ്ററോജീനിയസ് അല്ല. എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പക്ഷെ മിൽക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? മിൽക്ക് എടുത്താൽ മിൽക്ക് കോമ്പൗണ്ട് ആണോ? അല്ല, അതൊരു മിക്സ്ചറാണ്. ദെൻ ഇനി നമ്മളത് ഹോമോജീനിയസ് അല്ല, ഹെറ്ററോജീനിയസ്. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റ് മോളിക്യൂൾസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ദെൻ അതൊരു ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്. മിൽക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എലമെന്റ്, കോമ്പൗണ്ട്, മിക്സ്ചേഴ്സ്. ക്ലിയർ അല്ലേ? ആ മിക്സ്ചേഴ്സിൽ രണ്ടെണ്ണം ഹോമോജീനിയസും പിന്നെ ഏതാണ്? ഹെറ്ററോജീനിയസും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നോക്കൂ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നോക്കാം എന്താണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കല്ലോ. അത് എക്സാമിന് പലപ്പോഴും വരുന്നൊരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയാം. ദെൻ എന്തൊക്കെയാണ്? ഒന്നാമത്തെ റൂൾ നോക്കൂ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. എളുപ്പമല്ലേ അത്? അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കൂ, 285 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ അതിലെന്താ കൊടുക്കുക? 3 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 3ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി അടുത്ത് 0.25 ml എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ 2 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്. അതെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. എളുപ്പമല്ലേ അത്? ഇനി രണ്ടാമത്, സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്. ദെൻ അതായത് ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോസ് ഒക്കെ എന്താണ്? ദെൻ സിഗ്നിഫിക്കൻ്റ് അല്ല, നോട്ട് സിഗ്നിഫിക്കൻ്റ്. സച്ച് സീറോസ് ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് ഡെസിമൽ പോയിന്റ്. അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എക്സാമ്പിൾ എഴുതിയത് 0.03. ഇത് 3 എന്നുള്ളത് ഒരു നോൺ സീറോ ഡിജിറ്റ്. അതിന് മുമ്പുള്ള സീറോസ് ഒന്നും എന്തല്ല? ദെൻ ഇതിൽ പെടുത്തുന്നില്ല. ഏതിൽ പെടുത്തുന്നില്ല? സിഗ്നിഫിക്കൻ്റ് അല്ലാതെ. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കൂ? ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ അത്? ദെൻ ഇനി അടുത്തത്, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മൾ 2005 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറ്റുക? ഇതിൽ എന്താ പറയാൻ പറ്റുക? ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 2005 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദെൻ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അവിടെ 2.005 എന്നാണ് എഴുതിയത്. അപ്പോഴും അതിൽ എത്ര ഉണ്ട്? ഈ 2 നോൺ സീറോ ഡിജിറ്റിനിടയിലുള്ളതാണ്. അപ്പോൾ എന്താണ്? അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ദെൻ ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞാൽ എന്താ? എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ദെൻ ഇനി സീറോസ് പ്രൊസീഡിങ് ടു എ നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്. ഇനി സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ എന്താണ്? സിഗ്നിഫിക്കൻ്റ്. ഇനി അടുത്ത റൂൾ വായിച്ചു നോക്കും, സീറോസ് അറ്റ് ദി എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ വലതുവശത്ത് വരുമ്പോൾ ഒരു നമ്പർ കഴിഞ്ഞിട്ടുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവണം, പ്രൊവൈഡഡ് ദേ ആർ നോട്ട് ദ റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. പ്രൊവൈഡഡ് ദേ ആർ ഓൺ ദി എന്തായിരിക്കണം? റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? ദെൻ പ്രൊവൈഡഡ് ദേ ആർ ഓൺ റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. സീറോസ് അറ്റ് എൻഡ് ഓർ റൈറ്റ് ഓഫ് എ number are significant provided they are on right
സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. എക്സാമ്പിൾ അവിടെ എഴുതി നോക്കൂ, 0.200 ഗ്രാം. ദെൻ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ആ 2 കഴിഞ്ഞിട്ടുള്ള സീറോസ് ആണ്, പക്ഷെ അത് പോയിന്റ് കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ദെൻ ഓക്കെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? ദെൻ ബട്ട് ഇഫ് അതർവൈസ് ദ ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദർ ഈസ് നോ ഡെസിമൽ പോയിന്റ്. എക്സാമ്പിൾ എന്താ എഴുതിയത്? 100 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ 100. കാരണം അവിടെ ദെൻ ഈ നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ള സീറോസ് ആണ്, പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പോൾ അത് നോൺ സീറോ ദെൻ ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നിട്ട് ദെൻ അടുത്ത എന്താ എഴുതിയ? എന്താ 100 ഹാസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ബട്ട് 100.0 ഹാസ് എത്രയുള്ളത് പറ? 100.0. ഇതെന്താണ്? ദെൻ സീറോസ് ആഫ്റ്റർ എ നോൺ സീറോ എന്താണ്? ദെൻ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇതിൽ എണ്ണാൻ പറ്റും. അപ്പോൾ എത്ര ടോട്ടൽ എത്ര വന്നു? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സച്ച് നമ്പേഴ്സ് ആർ ബെറ്റർ റെപ്രസെൻറ്റഡ് ബൈ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100 നമ്മൾ 1 × 10⁻². ഇനി 1.0 × 10⁻² ആണെങ്കിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്? ദെൻ ഓക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1.00 × 10⁻² ആണെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയപ്പോൾ ഇതിൽ പറഞ്ഞാൽ എന്താണ്? ഒന്ന്, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് വരുന്ന സീറോസ് അത് സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന എല്ലാ സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ അടുത്തെന്താ വരുന്നത്? ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന സീറോസ് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് ടോട്ടൽ എന്തായി? സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ദെൻ ഇനി അപ്പോൾ ഇത് ചോദിക്കലുണ്ട് കേട്ടോ, 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്ത് വേറെ നോക്കൂ. ദെൻ 5ാമത്തെ റൂൾ കൊണ്ട് കൗണ്ടിങ് നമ്പേഴ്സ് ഓഫ് an ഒബ്ജക്റ്റ്. 2 ബോൾ അല്ലെങ്കിൽ 20 എഗ്, അവിടെ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ് ഉണ്ട് എന്നാ പറയാം. ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 എന്നുള്ളതിനെ വേണമെങ്കിൽ 2 ബോൾ എന്നുള്ളത് 2.0000000 ബോൾ എന്ന് എഴുതല്ലോ. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് കൃത്യമാണ്. അതിൽ നമ്മൾ എന്തേ പറയുള്ളൂ? ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നാ പറയാം. ഇനി ഇത്രേ ആവശ്യമുള്ളൂ. ശരിക്കും ചെറിയൊരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം നമുക്ക്. എളുപ്പമായതുകൊണ്ടാണ് പറയുന്നത്, ഫിസിക്സിൽ പഠിച്ചതാണ്. ദ റിസൾട്ട് cannot have more digit to the right of the decimal point than either of the original numbers. The രണ്ട് അഡീഷനോ സബ്സ്ട്രാക്ഷനോ വരികയാണെങ്കിൽ 12.11 18.0 ആണ്. ആഡ് ചെയ്ത് 1.012 കൂടി ആഡ് ചെയ്താൽ 31.122 എന്ന് കിട്ടും. പക്ഷേ ഡെസിമൽ പോയിന്റ് ഏറ്റവും കുറവുള്ള ഏതാണ്? 18.0 ഡെസിമലിന് ശേഷം ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതേപോലെ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അതാണ് എഴുതിയത്. 18.0 has only 1 digit then after decimal point and the result should be then reported only up to 1 digit after the decimal point. So എന്തായാലും നിങ്ങൾ 31.1 എഴുതേണ്ടി വരും. റൗണ്ട് ചെയ്തിട്ട് എഴുതും. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ അഡീഷനിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുമ്പോൾ അതിൽ ഏറ്റവും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ നമ്പർ എവിടെയാണോ വരുന്നത്, എണ്ണം എവിടെയാണോ വരുന്നത്, അതിൻ്റെ അത്രേ റിസൾട്ടിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിരിക്കും റൂള്? മൾട്ടിപ്ലിക്കേഷനിൽ ഇൻ ദീസ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ദ റിസൾട്ട് മസ്റ്റ് ബി റിപ്പോർട്ടഡ് വിത്ത് no more significant figure as in the measurement with a few significant figures. എങ്ങനെ പറയുന്നത്? 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എവിടെ നോക്കുക, അത്ര എണ്ണ എവിടെ പാടുള്ളൂ, നമ്മൾ റിസൾട്ടിൽ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. 2.5 × 1.25 അതിൽ 2.5 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറും 1.25 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസറിൽ 3.125 ആണ് കിട്ടിയത്. പക്ഷെ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ? ഏറ്റവും കുറവുള്ള ഏതാണ്? 2.5 2 അപ്പോൾ 3.125 എത്രണ്ണേ പാടുള്ളൂ? 2 പാടുള്ളൂ. അപ്പോൾ 3.1 എഴുതേണ്ടി വരും. നോക്കൂ, 2.5 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. റിസൾട്ട് ഷുഡ് നോട്ട് ഹാവ് മോർ ദാൻ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ദസ് ആൻസർ എന്താ എഴുതിയത്? 3.1 എഴുതി. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ എന്തായിരിക്കും? റൗണ്ട് ചെയ്യാം ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളിവിടെ എഴുതിയപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ 3.125 എഴുതിയപ്പോൾ പെട്ടെന്ന് തന്നെ 3.1 എഴുതുക ചെയ്ത്. ശരിക്കും അവിടെ റൗണ്ട് എഴുതുന്നുണ്ട്. 3.125 ഇതിനെ റൗണ്ട് ചെയ്തിട്ട് എഴുതാണ് ഇങ്ങോട്ട് 2 ഡെസിമൽ പോയിന്റിലേക്ക്, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക്.
സോ അതിന് റൗണ്ട് ചെയ്യാനുള്ള റൂളുകൾ നോക്കും. ഇഫ് ഗ്രേറ്റർ ദാൻ 5 ദെൻ ഇൻക്രീസ്ഡ് ബൈ 1. നമ്മൾ ഇവിടെയാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ, ഇതിലേക്കാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 5-നേക്കാളും കൂടുതലാണെങ്കിൽ ഇവിടേക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യും 1. ദെൻ 5-നേക്കാളും കുറവാണ് 2 ഉള്ളത്, അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് നെഗ്ലക്റ്റ് ചെയ്തു. ദെൻ ഇഫ് ലെസ് ദാൻ 5 ദെൻ നോട്ട് ചേഞ്ച്ഡ്. അപ്പോൾ ഒരു മാറ്റമില്ല, അതിനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എഴുതി, ഇത്രയേ ഉള്ളൂ, 3.1 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത് ഇഫ് ഈക്വൽ ടു 5, അതായത് ഈക്വൽ ടു 5 ആണെങ്കിൽ ദെൻ ഇൻക്രീസ്ഡ് ബൈ 1 ഇൻ ദ കേസ് ഓഫ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണെങ്കിൽ 1 ഇൻക്രീസ് ചെയ്യും, ഈവൻ നമ്പർ ആണെങ്കിലോ അവിടെ ചേഞ്ച് വരില്ല. ഓക്കെ, അപ്പോൾ മോർ ദാൻ 5 ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ദെൻ ഇനി ഈക്വൽ ടു 5 ആണെങ്കിൽ, അല്ല ലെസ് ദാൻ 5 ആണെങ്കിൽ ചേഞ്ച് ഇല്ല. ഈക്വൽ ടു 5 ആണെങ്കിൽ ഓഡ് നമ്പറിൽ 1 ഇൻക്രീസ് ചെയ്യും. പിന്നെ ദെൻ അതേപോലെ ഈവൻ നമ്പർ ആണെങ്കിൽ ചേഞ്ച് ഇല്ല. എക്സാമ്പിൾ നോക്കൂ, നോക്കൂ 1.386. നമുക്ക് ഈ 6നെ റിമൂവ് ചെയ്യണമെങ്കിൽ, 6 എന്നുള്ളത് റിമൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ 5-നേക്കാളും കൂടുതലാണ്, നമ്മൾ എന്ത് എഴുതണം, 1.39 എന്ന് എഴുതണം. 1.39 ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 3.334 നമുക്ക് 4നെ റിമൂവ് ചെയ്യണം. എന്താ ചെയ്യുക, 4 എന്ന് പറഞ്ഞാൽ അത് 5-നേക്കാളും കുറവായതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, അപ്പോൾ 4.33 എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത് 6.35 ദെൻ റിമൂവിങ് 5 റിമൂവ് ചെയ്യണം, അപ്പോൾ 6.35. പിന്നെ ഉള്ളത് 3 ആണ്. 3 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്, അപ്പോൾ ആഡ് ചെയ്യണം, 6.4 എന്ന് എഴുതണം, 6.4. അതേസമയം ദെൻ 6.25 ആണെങ്കിൽ ആ 5 നമുക്ക് റൗണ്ട് ചെയ്യണം, പക്ഷേ 2 എന്നുള്ളത് എന്താണ്, ദെൻ ഓക്കെ 2 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട, അതേപോലെ മാറ്റമൊന്നുമില്ല, 6.2 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്, ഇതും എക്സാമിന് ചിലപ്പോഴോ കണ്ടിട്ടുണ്ട്, ബോർഡ് എക്സാമിനേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചേക്കത്. അപ്പോൾ ഓക്കെ, ദെൻ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും റൗണ്ടിങ് ഓഫ് നമ്പേഴ്സും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ കോമ്പിനേഷൻ നടക്കുമ്പോൾ, രാസപ്രവർത്തനം നടക്കുമ്പോൾ ചില റൂൾസ് സയൻറ്റിസ്റ്റ് ഒരുപാട് കാലം മുമ്പ് അവർ ചില എക്സ്പെരിമെൻസുകളൊക്കെ നടത്തിയിട്ട് കൊണ്ടുവന്ന ജനറലൈസേഷൻസ് ആണ്. ഓക്കെ, ദെൻ ഇന്നതിന് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയും. 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, നാലാമത്തെ ഗേലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ്, അഞ്ചാമത്തെ അവോഗാഡ്രോസ് ലോ. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നോക്കൂ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്തായിരുന്നു? ലാവോയിസിയർ. കേട്ടിട്ടുണ്ട്. ദെൻ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് ലാവോയിസിയർ. എന്താ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? എന്താ? ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വാട്ടർ ഫോം ചെയ്യും, നമുക്കറിയാം. ഇവിടെ ഹൈഡ്രജന്റെ മാസ് ഒരാൾക്ക് 1 ആണെങ്കിൽ ടോട്ടൽ 4 ഗ്രാം എടുത്താൽ ഓക്സിജൻ 32 ഗ്രാം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ദെൻ 2 + 16 18 × 2 36. നോക്കൂ, ഇവിടെ 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ ഫോം ചെയ്യും. റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസ് 36 ആണ്, പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസ് 36 ആണ്. അതായത് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റും സെയിം ആയിരിക്കും. ഇത് കൂടില്ല കുറയൂല ഇതിനേക്കാളും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. കാണാതെ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ പറയാം, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പൊ എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? എന്താ? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഓർ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി രണ്ടാമത്തെ ലോ നോക്കൂ. രണ്ടാമത്തെ എന്താ? സെക്കൻഡ് ലോ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ദെൻ ജോസഫ് പ്രൗസ്റ്റ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ജോസഫ് പ്രൗസ്റ്റ് എന്താ അതിൽ പറയുന്നു നോക്ക്. ഇപ്പോൾ നമ്മൾ വാട്ടർ എവിടെ നിന്നൊക്കെ വാട്ടർ കിട്ടാം? നമുക്ക് കിണറിന്ന് കിട്ടാം, റിവർ വാട്ടർ കിട്ടാം, ദെൻ അതേപോലെ റെയിൻ വാട്ടർ. ഈ വാട്ടർ പ്യുവർ ആണെങ്കിൽ അതിൽ ഹൈഡ്രജനും ഓക്സിജനാണ് എവിടെ നിന്നുണ്ടെങ്കിലും ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ റേഷ്യോ
2:16 റേഷ്യോയിലാണ് ഈ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. റേഷ്യോ ഫിക്സഡും ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. എങ്ങനെ പറയുന്നത് എങ്ങനെ നോക്കൂ. അത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. ഒരു ഗിവൺ കോമ്പൗണ്ട് എവിടെ നിന്ന് എടുത്താലും അതിലടങ്ങിയ എലമെന്റ്സ് കൃത്യമായിരിക്കും, ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലും ആയിരിക്കും. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. കൃത്യമായിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഓർ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ fixed ratio by mass. Same compound always contain same elements combined in a same fixed proportion by mass. ഇതിനെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ നോ ഡെഫിനിറ്റ് കോമ്പോസിഷൻ നോ ഒക്കെ പറയും. ഇതൊക്കെ പഠിച്ചോണം കേട്ടോ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ശരിക്കും നോക്കൂ. ദെൻ ഇനി പ്രൗസ് വർക്ക്ഡ് വിത്ത് 2 സാമ്പിൾസ് ഓഫ് കുപ്രിക് കാർബണേറ്റ് ആണ്. ഒന്ന് ദെൻ നേച്ചുറലായിട്ട് കിട്ടി, ഒന്ന് സിന്തറ്റിക്കലായിട്ട് കിട്ടി. മുപ്പര് എങ്ങനെ ചെയ്തപ്പോഴും മനസ്സിലായത് നേച്ചുറൽ സാമ്പിളിലും അതേപോലെ സിന്തറ്റിക് സാമ്പിളിലും പെർസെൻറ്റേജ് ഓഫ് കോപ്പറും പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഓക്സിജനൊക്കെ സെയിം ആണ്. അപ്പോൾ അതിന് മനസ്സിലായി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. കുപ്രിക് കാർബണേറ്റ് എങ്ങനെ കിട്ടിയാലും ദാറ്റ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് ആൻഡ് ദേ കമ്പൈൻ ഇൻ എ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ്. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. ആരാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്? നോക്കൂ, നമ്മൾ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് ദെൻ കാർബണും ഓക്സിജൻ രണ്ട് കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഇവിടെ മാസ് ഓഫ് കാർബൺ ഇതിൽ 12 ഗ്രാം ആണെങ്കിൽ ഇതിൽ ദെൻ 12 ഗ്രാം തന്നെയാണ്, ഒന്നല്ലേ ഉള്ളൂ. ഓക്സിജന്റെ മാസ് ഇവിടെ 16 ആണെങ്കിൽ ഇവിടെ 32 ഗ്രാം ആണ്. ഇവിടെ നോക്കൂ, ഈ കാർബണിന്റെ മാസ് സെയിം എമൗണ്ട് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ എന്താ? 16:32. ഡിവൈഡ് ചെയ്ത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1:2. ഈ റേഷ്യോ സിമ്പിൾ ആയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. രണ്ട് എലമെന്റ് ഒന്നിലധികം കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരാളെ മാസ് സെയിം ആണെങ്കിൽ അടുത്ത ആളെ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്താ സ്റ്റേറ്റ്മെന്റ് എന്താ? ദെൻ ഇഫ് 2 elements can combine to form more than one compound, the masses of one of the element which combines with fixed mass of other element is in a simple small അല്ലെങ്കിൽ small whole number ratio. ദെൻ ഒരാളെ മാസ് ഫിക്സഡ് ആണ്, അപ്പോൾ അടുത്ത ആളെ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ ഏതാ കൊടുത്ത്? കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് CO ആൻഡ് CO2. ഇതേപോലെ വേറൊന്നാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് H2Oയും H2O2ഉം. ഇവിടെ ഹൈഡ്രജന്റെ മാസ് സെയിം ആണ്, ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? 16:32 അല്ലെങ്കിൽ എന്തായിരിക്കും? 1:2 എന്നല്ലേ കിട്ടുക. നോക്കൂ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നത്. ഇതേപോലെ വേറൊന്ന് നമുക്ക് പറയാൻ പറ്റിയത് ഇതിന് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷന് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദെൻ H2O ആൻഡ് H2O2 അങ്ങനെ തന്നെ ചോദിക്കല്. വേറെ എക്സാമ്പിൾ ആണ് NO2 ദെൻ N2O. ഇവിടെ നിങ്ങൾ 3 ഓക്സൈഡ് എടുത്തു. ഇവിടെ നോക്കിയേക്ക് മാസ് ഓഫ് നൈട്രജനും മാസ് ഓഫ് ഓക്സിജനും. നൈട്രജന്റെ മാസ് 14, ഇവിടെ 14, ഇവിടെ 2 ഉണ്ട് 28. ദെൻ ഓക്സിജന്റെ മാസ് 16, 32, 16 എന്നാണ് ഇവിടെ വരിക. അപ്പം നിങ്ങൾക്ക് തോന്നും ഇവിടെ ഒരാളെ മാസ് സെയിം അല്ലല്ലോ, അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്ന്. അങ്ങനല്ല, നമ്മൾ ഇയാളെ മാസ് 28 ഗ്രാമിന് 16 ആണ്. അപ്പോൾ ഇതിൻ്റെ മാസ് നിങ്ങളൊരു കാര്യം ചെയ്യും, 14 ഗ്രാം എടുത്തോ. അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ഇതിൻ്റെ പകുതി 8 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഒരാളെ മാസ് സെയിം ആയി. ഇനി അടുത്ത ആളെ മാസിൻ്റെ റേഷ്യോ കാണുക 16:32:8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2:4:1. ഇത് സിമ്പിൾ റേഷ്യോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ അപ്പം നൈട്രജന്റെ ഓക്സൈഡ് എടുക്കുമ്പോഴും നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോണേ, മൂന്നാമത്തെ ലോയുടെ പേരെന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അടുത്തത് നാലാമത്തെ ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ്. അതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? പേര് തന്നെ ഉണ്ട്, ഗേ-ലുസാക്സ് ആണ് ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇവിടെ നോക്കൊരു എക്സാമ്പിൾ, ഹൈഡ്രജനും ക്ലോറിൻ. ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ക്ലോറിൻ ഗ്യാസ് ആണ്,
2HCl ഗ്യാസ് ആണ്. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ദെൻ ഇത് 1 ലിറ്റർ അല്ലെങ്കിൽ 1 വോള്യം ഹൈഡ്രജൻ, അതേ എമൗണ്ട് ക്ലോറിൻ 1 വോള്യം ക്ലോറിൻ എടുത്താൽ 2 വോള്യം ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടും ഗ്യാസ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ വോള്യത്തിൻ്റെ റേഷ്യോ നോക്ക് 1:1:2 എന്നാണ്. ദെൻ അതായത് ഗ്യാസ് റിയാക്ട് ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ദെൻ അവയുടെ വോള്യത്തിൻ്റെ റേഷ്യോ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗേ-ലുസാക്സ് ലോ. എന്താ ഗേ-ലുസാക്സ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോള്യംസ് പ്രൊവൈഡഡ്. All gases are under same temperature and pressure. Then ഇനി അവയുടെ റേഷ്യോ എന്തായിരിക്കും? ഗ്യാസ് ഒരു ഗേഷ്യസ് റിയാക്ഷനിൽ വോള്യൂംസ് ഓഫ് റിയാക്റ്റൻസും വോള്യൂംസ് ഓഫ് പ്രോഡക്റ്റിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ്. ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് ഇതേപോലെ. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവിങ് 2NH3 ഗ്യാസ്. ഇവിടെ ടോട്ടൽ വോള്യത്തിൻ്റെ റേഷ്യോ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ 1:3:2 എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഗേ-ലുസാക്സ് ലോ അപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്തത് അവോഗാഡ്രോസ് ലോ. എന്താ അവോഗാഡ്രോസ് ലോ പറയുന്നത്? നമ്മൾ 2-3 കണ്ടെയ്നർ എടുക്കുന്നു. 3 കണ്ടെയ്നർ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്, വോള്യൂം സെയിം ആണ്. നമ്മളിവിടെ ഓക്സിജൻ എടുത്തു, ഇവിടെ നൈട്രജൻ എടുത്തു, ഇവിടെ HCl എടുത്തു. ഈ ലോ പറയുന്നത് ടെമ്പറേച്ചറും പ്രഷറും വോള്യൊക്കെ സെയിം ആണെങ്കിൽ ഇതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കുന്നു. ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതാണ് അവോഗാഡ്രോസ് ലോ. സോ അവോഗാഡ്രോസ് ലോ എന്തായിരുന്നു? അവോഗാഡ്രോ പ്രപ്പോസ്ഡ് ദാറ്റ് ഈക്വൽ വോള്യൂംസ് ഓഫ് gases at the same temperature and pressure should contain equal number of molecules. ക്ലിയർ ആയില്ലേ അത്? അപ്പോൾ ഇതാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇനി ഇവിടുന്ന് ജോൺ ഡാൾട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ. എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? കുറേ പോസ്റ്റ്ലേഴ്സ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്ക് എന്തൊക്കെയുള്ളത്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റം കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. രണ്ടാമത് all the atoms of a given element then are identical in all properties. ഇപ്പോൾ ഒരേ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റത്തിനും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അതായത് സെയിം മാസ്, സെയിം ഡെൻസിറ്റി, സെയിം സൈസ്, ദെൻ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് then compounds are formed when atoms of different elements combines in a fixed ratio. ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. നാലാമത്തത് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ഓൺലി റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് റീഓർഗനൈസ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആറ്റംസ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇതൊക്കെയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ. എന്തൊക്കെ പറഞ്ഞത്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കാൾഡ് ആറ്റംസ്. രണ്ടാമത്തെ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ ദെയർ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് കമ്പൈൻസ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. ദെൻ നാലാമത്തെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, അടുത്ത നമുക്ക് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസ് ആണ് പഠിക്കാനുള്ളത്. ഒരു ആറ്റത്തിൻ്റെ മാസ്, ശരിക്കും ഒരു ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.6736 × 10⁻⁻24 ഗ്രാം ആണ്. വളരെ ചെറിയ വാല്യൂ ആണ്. പണ്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ചെയ്ത മെത്തേഡാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടു. വിത്ത് റെസ്പെക്ട് ടു ആൻ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എലമെൻറ്റ് ബാക്കിയുള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസ് പറയാന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആറ്റം. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആദ്യം ഹൈഡ്രജൻ ആറ്റം എടുത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്സിജനെ സ്റ്റാൻഡേർഡ് ആക്കി എടുത്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്
കാർബൺ 12, ദെൻ കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് കാർബൺ 12, ഇയാളാണ് സ്റ്റാൻഡേർഡ് ആക്കി എടുക്കുന്നത്. ഇയാളെ മാസ് നമ്മൾ 12 AMU ആക്കി എടുക്കുന്നു. എത്രയാണ്? 12 AMU അല്ലെങ്കിൽ 12 U, യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതാണ് കാർബൺ 12ൻ്റെ മാസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി എടുക്കുന്നത്. എത്രയാണ് കാർബൺ 12ൻ്റെ മാസ്? 12 AMU എന്നാക്കി എടുക്കുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ദെൻ നമ്മൾ മാസ് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. നോക്കൂ, ദെൻ മാസ് ഓഫ് കാർബൺ 12 ആറ്റം ഈസ് ടേക്കൺ ആസ് 12 atomic mass unit. Mass of all other atoms are taken relative to this standard. ഇനി 1 atomic mass unit എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാർബൺ 12ൻ്റെ മാസ് ആണ് 12 AMU. അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ് ഒരു AMU എന്ന് പറഞ്ഞാൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 AMU ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. ഇത് കാണാതെ പഠിക്കണേ. 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 AMU ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഇനി AMU എന്നുള്ളത് ഇപ്പോൾ നമ്മൾ യു എന്നാണ് പറയുന്നത്, യൂണിഫൈഡ് മാസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കൂ, നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് കാണാനുള്ള ഇക്വേഷന് ഇപ്പോൾ കാർബൺ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് കാണണമെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് മെഗ്നീഷ്യം ഈക്വൽ ടു മാസ് ഓഫ്, എങ്ങനെ എഴുതാറ്? മാസ് ഓഫ് 1 മെഗ്നീഷ്യം ആറ്റം ഡിവൈഡഡ് ബൈ 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ റിലേറ്റീവ് മാസ് 24 എന്നാണ് ചെയ്യുമ്പോൾ കിട്ടുക. എന്താ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? യഥാർത്ഥത്തിൽ മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 1/12 മാസ് ഓഫ് കാർബൺ 12 ആണ്. അല്ല, ശരിയല്ലേ? അപ്പോൾ എന്താ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറാണ് വിച്ച് എക്സ്പ്രസ്സസ് how many times an atom of the element is heavier than 1/12 the mass of carbon 12 എന്നാണ്. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ മാസ് 14 എന്ന് പറഞ്ഞാൽ 14U എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്താ? നൈട്രജൻ്റെ ഭാരം 14 ടൈംസ് ഹെവിയർ ദാൻ ഏതിനേക്കാളും 1/12 the mass of carbon 12. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് is a number which expresses how many times an atom of the element is heavier than 1/12 the mass of carbon 12. അതിനാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 23 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ സോഡിയത്തിൻ്റെ മാസ് 23 ടൈംസ് ഹെവിയർ ദാൻ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ആണ്. അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ മാസ് 23U എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 23 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. ഇത് 1 AMU അല്ലെങ്കിൽ 1U എത്ര എന്നാ പറഞ്ഞിരുന്നത്? അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് ആവറേജ് അറ്റോമിക് മാസ്. അപ്പോൾ നോക്കൂ, നേച്ചറിൽ പല എലമെൻസും എന്തായിട്ടാണ് കാണുന്നത്? ഐസോടോപ്പുകളുടെ മിക്സറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവയുടെ മാസ് പറയുമ്പോൾ ദെൻ ആവറേജ് അറ്റോമിക് മാസ് പറയും. ഒരു എക്സാമ്പിൾ, ക്ലോറിൻ സാധാരണ കാണപ്പെടുന്നത് 2 ഐസോടോപ്പ് ക്ലോറിൻ 35ഉം ക്ലോറിൻ 37ഉം 3:1 റേഷ്യോയിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലോറിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് കാണണമെങ്കിൽ 3 ഇൻറ്റു 35 പ്ലസ് ദെൻ 1 ഇൻറ്റു 37 ഡിവൈഡഡ് ബൈ 3 + 1 ദെൻ ഇത് ചെയ്താൽ 35.5 എന്ന് കിട്ടും യു. ഇതാണ് ദെൻ ആവറേജ് അറ്റോമിക് മാസ്. അപ്പോൾ ആവറേജ് അറ്റോമിക് മാസ് എപ്പോഴാണ് എടുക്കുന്നത്? ഐസോടോപ്പുകളുടെ മിക്സറായിട്ട് കാണപ്പെടുമ്പോൾ. വേറെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കൂ, കാർബണിൻ്റെ കേസാണ് ഇവിടെ കൊടുത്ത്. ഐസോടോപ്പ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അവിടെ റിലേറ്റീവ് അബണ്ടൻസ് പെർസെൻറ്റേജിൽ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും വ്യത്യസ്ത പെർസെൻറ്റേജ്. അത് വെച്ചിട്ട് നമ്മൾ ദെൻ ഓക്കെ ആവറേജ് കാണും 12.011U എന്ന് കാണും. ബുദ്ധിമുട്ടില്ലല്ലോ. റിലേറ്റീവ് അറ്റോമിക് മാസ്, അതേപോലെ ആവറേജ് അറ്റോമിക് മാസ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം ആറ്റം അല്ലെങ്കിൽ ദെൻ ഓക്കെ ഗ്രാം ആറ്റം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് GAM. ഇത്രയേ ഉള്ളൂ. അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ് ഹൂസ് മാസ് ഇൻ ഗ്രാം ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദെൻ അറ്റോമിക് മാസ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ചോദിച്ചാൽ 23 ഗ്രാം. യു എന്നുള്ളത് മാറ്റിയിട്ട് ഗ്രാമിൽ പറഞ്ഞാൽ അതെന്തായി? ഗ്രാം അറ്റോമിക് മാസ്സായി. ഓക്കെ, 1 ഗ്രാം ആറ്റം മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഗ്രാം അറ്റോമിക് മാസ് ഓഫ് മെഗ്നീഷ്യാണ് 24 ഗ്രാം എന്നുണ്ടാവും. ദെൻ ഗ്രാം അറ്റോമിക് മാസ് ഓഫ്
ദെൻ നൈട്രജൻ ചോദിച്ചാൽ എത്രയുള്ളത് 14 ഗ്രാം. ദെൻ ഇത് നമുക്ക് വിളിക്കാം 1 ഗ്രാം ആറ്റം നൈട്രൻ എന്ന് പറയാം, അത് 14 ഗ്രാം ആണ്. അപ്പോൾ 2 ഗ്രാം ആറ്റം നൈട്രൻ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 28 ഗ്രാം ഉണ്ടാവും. അതാണ് അവിടെ എഴുതിയത്. 1 ഗ്രാം ആറ്റം ഓക്സിജൻ ഈക്വൽ ടു ദെൻ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 16 ഗ്രാം. ബുദ്ധിമുട്ടില്ലല്ലോ അത്? ഓക്കെ. അടുത്ത് മോളിക്കുലാർ മാസ്. എന്താ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നോക്ക്, മോളിക്കുലാർ മാസ് നമ്മൾ കാണാൻ മോളിക്കുലാർ മാസ് ഇപ്പോൾ H2O മോളിക്കുലാർ മാസ് എങ്ങനെ കാണാം? ഹൈഡ്രജൻ 1 ആണ്, അങ്ങനെ 2 × 1 + 16, ഓക്സിജൻ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. 18U അല്ലെങ്കിൽ 18 AMU. ഇത്രയേ ഉള്ളൂ. മോളിക്കുലാർ മാസ് ഈസ് ദി സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ. അറ്റോമിക് മാസുകൾ ആഡ് ചെയ്താൽ മോളിക്കുലാർ മാസ് കിട്ടും. ഇനി ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെന്റ് ബൈ നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ആൻഡ് ആഡിങ് ടുഗദർ. അവിടെ മീഥൈൻ്റെ മോളിക്കുലാർ മാസ് എഴുതിയിട്ടുണ്ട്, ദെൻ 14U 16U എന്ന് എഴുതിയിട്ടുണ്ട്. 16U. H2O NaOH എത്ര കിട്ടുക? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1 40 എന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾ H2SO4 ചെയ്ത് നോക്ക്. ഹൈഡ്രജൻ 1, സൾഫർ 32, ഓക്സിജൻ 16 ചെയ്ത് കഴിഞ്ഞാൽ 98U എന്ന് കിട്ടും. 98U. അപ്പം എന്താ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. അതാണ് മോളിക്കുലാർ മാസ്. ദെൻ ഇനി അടുത്ത ഫോർമുല മാസ്. ഈ ഫോർമുല മാസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ അയോണിക് കോമ്പൗണ്ട്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ മോളിക്യൂൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഫോർമുല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ദെൻ എന്താ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം 23, ക്ലോറിൻ 35.5, അപ്പോൾ 58.5U എന്ന് കിട്ടും. ഇതാണ് ദെൻ ഓക്കെ ഫോർമുല മാസ് ഇൻ സച്ച് കോമ്പൗണ്ട്. അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ സം സബ്സ്റ്റൻസസ് സച്ച് ആസ് സോഡിയം ക്ലോറൈഡ് ഡു നോട്ട് കണ്ടെയ്ൻ ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് ആസ് ദെയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് യൂണിറ്റ്സ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ്? ഇൻ സച്ച് കോമ്പൗണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻറ്റിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ 3-dimensional സ്ട്രക്ചർ. അപ്പോൾ അന്നേരം നമുക്ക് ദെൻ ദ ഫോർമുല സച്ച് ആസ് NaCl ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ എന്താണ് ടു കാൽക്കുലേറ്റ് ദ ഫോർമുല മാസ് ഇൻസ്റ്റെഡ് ഓഫ് മോളിക്കുലാർ മാസ് ആസ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് സോഡിയം ക്ലോറൈഡ് ഡു നോട്ട് എക്സിസ്റ്റ് ആസ് സിംഗിൾ എൻറ്റിറ്റി. അപ്പോൾ എന്നിട്ട് അവസാനം എത്ര കിട്ടിയ? 58.5 എന്ന് കിട്ടും. ഓക്കെ. അതിൻ്റെ കറസ്പോണ്ടിങ് ആറ്റംസിൻ്റെ മാസ് ആഡ് ചെയ്താൽ മതി. ഇതന്നെയാണ് ഫോർമുല മാസ്. അടുത്തത് മോൾ കോൺസെപ്റ്റ്. എന്താണ് ഈ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയാം. നമ്മൾ അവോഗാഡ്രോ നമ്പർ പഠിച്ചിട്ടുണ്ട് 6.022 × 10⁻23. ദെൻ അവോഗാഡ്രോ നമ്പർ N. ഈ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസിൻ്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് 1 മോൾ. ഇറ്റ് ഈസ് ദി 1 മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അത് ആറ്റാകാം, അയോണാകാം, മോളിക്യൂൾ ആകാം. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണം ആറ്റം. 1 മോൾ അയോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണം അയോൺ. 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണം ഇലക്ട്രോൺ. ദെൻ ഇനി ഇത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ 12 ഗ്രാം കാർബൺ. 12 ഗ്രാം കാർബൺ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. ഇതിലടങ്ങിയ മോളിക്യൂളുകൾ ആറ്റങ്ങളുടെ എണ്ണം ഈ കോൺസ്റ്റൻ്റ് ആണ്, അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും എണ്ണം ഏത് സബ്സ്റ്റൻസ് എടുത്താലും അത് നമുക്ക് 1 മോൾ എന്ന് പറയാം. നോക്കൂ, 1 മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ആസ് മെനി പാർട്ടിക്കിൾ ദെൻ ആസ് ദർ ആറ്റംസ് എക്സാക്ട്ലി ഇൻ 12 ഗ്രാം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. നമ്മൾ ആദ്യം പറയുന്നുണ്ട് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ ഇത്രയും എണ്ണം ആറ്റംസ് ആണുള്ളത്. അപ്പോൾ ഇത്രയും എണ്ണം ആറ്റംസ് എവിടെ ഉണ്ടെങ്കിലും അതിനെ പറയുന്ന പേരാണ് 1 മോൾ. അത് അയോൺസ് ആയാലും മോളിക്യൂൾസ് ആയാലും നിങ്ങൾക്ക് പറയാം 1 മോൾ എന്ന് പറയാം. എത്രയാണ് അതിൻ്റെ എണ്ണം? എത്രയാണ്? 6.022 × 10⁻23. എന്നിട്ട് ഇറ്റ് ഈസ് നോൺ ആസ് അവോഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ അവോഗാഡ്രോസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെ എഴുതിയാൽ മതി. 1 മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾ എന്താകാം? ആറ്റാകാം, അയോണാകാം, മോളിക്യൂൾ ആകാം. അതിന് 1-2 എക്സാമ്പിൾ എഴുതിയതാണ്. 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ആറ്റംസ്. 1 മോൾ ഓക്സിജൻ വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. 1 മോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ഫോർമുല യൂണിറ്റ്സ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ. അടുത്ത നമുക്ക്
then mass of 1 mole of a substance in gram is called molar mass. അപ്പോൾ then വാട്ടറിൻ്റെ മോളാർ മാസ് 18 ഗ്രാം എന്ന് പറയാം. അതായത് 1 മോളിൻ്റെ മാസ്സാണ്, അത് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അത് മോളാർ മാസ്സായി മാറി. ദ മോളാർ മാസ് ഇൻ ഗ്രാം ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു then atomic or molecular or formula mass then in U. then നോക്കിയേക്ക് മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 ഗ്രാം ആണ്. മോളിക്കുലാർലി മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് 58.5 ആണ്. സോ മോളാർ മാസ് ഓഫ് then ഓക്സിജൻ എന്തായിരിക്കും? മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞോ then 32 ഗ്രാം ആയിരിക്കും. എളുപ്പമല്ലേ അത്? ഓക്കെ. മീഥൈൻ ആണെങ്കിൽ എന്തായിരിക്കും? 16 ഗ്രാം. ഓക്കെ. then ഇനി അടുത്ത മോളാർ വോള്യം. എന്താ മോളാർ വോള്യം എന്ന് പറഞ്ഞാൽ 1 മോൾ ഗ്യാസിൻ്റെ വോള്യത്തെ പറയുന്ന പേരാണ് മോളാർ വോള്യം. STPയിൽ മോളാർ വോള്യം 22.4 ലിറ്റർ ആയിരിക്കും. എന്താ STP എന്ന് പറഞ്ഞാൽ? എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് STP. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് ദി വോള്യം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മോളാർ വോള്യം ഓഫ് ഗ്യാസ് ഈസ് 22.4 ലിറ്റർ അല്ലെങ്കിൽ 22,400 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കൂ, നമ്മളിങ്ങനെ പറയാം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മോൾ CO2 എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. അല്ലേടോ ഇത് GMM ഗ്രാം മോളിക്കുലാർ മാസ് 44 ഗ്രാം. ഇനി ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇനി ഇതിൻ്റെ വോള്യം എത്ര ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അറ്റ് STPയിൽ 22.4 ലിറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ ആ കാര്യങ്ങൾ? ഇനി ഏത് ഗ്യാസും 1 മോള് STPയിൽ എടുത്താൽ അതിൻ്റെ വോള്യം എത്ര ആയിരിക്കും? 22.4 ലിറ്റർ. ഇതാണ് മോളാർ വോള്യം എന്നുള്ളതിലുള്ളത്. ഓക്കെ. അടുത്ത നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ നോക്കൂ. നമ്മൾ വാട്ടർ H2O, ഇവിടെ ഹൈഡ്രജൻ 2 ഓക്സിജൻ 16 ദാറ്റ് ഈസ് ഈക്വൽ 1 × 2 ആട്ടോ 18 ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ ഈക്വൽ എങ്ങനെ കാണാറോ? ഹൈഡ്രജൻ്റെ മാസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.11% എന്ന് കിട്ടും. ആ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എങ്ങനെ കാണാം? ഓക്സിജൻ്റെ മാസ് 16 ഡിവൈഡ് ബൈ 18 × 100 88.89% എന്ന് കിട്ടും. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് പെർ 100 പാർട്സ് ബൈ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. നിങ്ങൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നത് എന്താ? അത് 100 മാർക്കിൽ എത്ര മാർക്ക് കിട്ടുന്നു, അതേപോലെ 100 മാസിൽ എത്രയാണ്, 100 പാർട്ടിൽ എത്ര മാസ് ഉണ്ട് ആ എലമെൻറ്റ്, അതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എന്നിട്ട് മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഇൻ ദി കോമ്പൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. നമ്മളിതിൽ കണ്ടു, അതന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എക്സാമ്പിൾ അവിടെ എഴുതാൻ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് വാട്ടർ നമ്മൾ നേരത്തെ എഴുതി തന്നെയാണ്. എന്തൊക്കെ എഴുതി? എന്താണ്? 11.11%, ഹൈഡ്രജൻ 88.89%. ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണത്. ഇനി അടുത്ത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എന്താണ് ഈ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുല എന്താണ്? നമ്മൾ വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല H2O എന്ന് പറഞ്ഞു. നോക്കൂട്ടോ, വാട്ടർ മോളിക്കുലാർ ഫോർമുല H2O. എന്താ അതിൻ്റെ മീനിങ് എന്താണ്? ഈ വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ എടുത്താൽ ദാറ്റ് കണ്ടെയ്ൻ 2 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. അതിൻ്റെ കറക്റ്റ് നമ്പർ തരുന്നതാണത്. മീഥൈൻ ആണെങ്കിൽ എന്താ കിട്ടുക? മീഥൈൻ CH4 മീഥൈൻ. ഈഥൈൻ ആണെങ്കിൽ എന്താ കിട്ടുക? ഈഥൈൻ C2H6. അറിയില്ലേ അത്? ഓക്കെ. ഇനി ഗ്ലൂക്കോസ് ആണെങ്കിൽ എന്താ ഫോർമുല? ഗ്ലൂക്കോസ് C6H12O6. ശരിയാണല്ലോ. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇങ്ങനെ ഏത് നമുക്ക് ബെൻസീൻ നിങ്ങൾ പഠിച്ചതാ. ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താ? C6H6. സോ മോളിക്കുലാർ ഫോർമുല ഷോസ് എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട്. കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൽ അടങ്ങിയ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസിനെ തരുന്നതാണ് മോളിക്കുലാർ ഫോർമുല. മനസ്സിലായില്ലേ? അതേസമയം എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ
ദെൻ ഇനി ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊന്നും കോമൺ ഫാക്ടർ ഇല്ല, ഇതേപോലെ എഴുതണം. പക്ഷെ ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ CH3 എന്ന് കിട്ടും. ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ 2:6 നമ്പറിൻ്റെ റേഷ്യോ എഴുതുമ്പോൾ 1:3 എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് CH2O എന്ന് എഴുതാം. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് CH. അപ്പം എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? എംപിരിക്കൽ ഫോർമുല റെപ്രസെന്റ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ അടങ്ങിയ വ്യത്യസ്ത ആറ്റങ്ങളുടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ തരുന്നതാണ് ദെൻ ഓക്കെ എംപിരിക്കൽ ഫോർമുല. പക്ഷെ മോളിക്കുലാർ ഫോർമുല എന്താ തരുന്നത്? എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദെൻ വേരിയസ് എലമെന്റ് പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട്. അതാണ് ആര് തരുന്നത്? മോളിക്കുലാർ ഫോർമുല തരുന്നത്. ഓക്കെ, മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കലുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. A compound contains 4.07% hydrogen, 24.27% carbon, 71.65% chlorine. Its molar mass is 98.96. What are its empirical formula and molecular formula? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കൂ. ദെൻ ആദ്യം നമ്മൾ ദെൻ ഓക്കെ 4.07 ഹൈഡ്രജനും 24.27 കാർബണും 71.65 ക്ലോറിനുമാണ്. ഇപ്പോൾ ടോട്ടൽ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ പെർസെൻറ്റേജ് ഒക്കെ ഗ്രാമിലേക്ക് മാറ്റിക്കൂടെയെന്ന്. ഓക്കെ, കൺവേർഷൻ ഓഫ് മാസ് പേഴ്സൺ ഇൻ ടു ഗ്രാം നോക്കൂ. ദെൻ മാസ് പെർസെൻറ്റേജ് ആണ് 100 ഗ്രാമിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് മാറ്റാം? ആ ഗ്രാമിലേക്ക് മാറ്റാം. 4.07 ഗ്രാം ഹൈഡ്രജൻ, 24.27 ഗ്രാം ഓഫ് കാർബണൊക്കെ ആക്കി മാറ്റി. ഇനി ഇത് കഴിഞ്ഞിട്ട് കൺവേർട്ട് ഇൻ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെൻറ്റ്. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണാം? ദെൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ എങ്ങനെ കാണാൻ പറ്റുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 4.07 ഡിവൈഡ് ബൈ 1, അതിന് 4.04, 1.008 ഉണ്ട്. മോൾസ് ഓഫ് കാർബൺ 24.27 ഡിവൈഡഡ് ബൈ ദെൻ 12.01, അപ്പം എന്ത് കിട്ടും? 2.021. ഇനി ദെൻ മാസ് ഓഫ് ക്ലോറിൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിന് 35.51 ഡിവൈഡ് ചെയ്തപ്പോൾ 2.021 കിട്ടി. ഇനി അടുത്ത നമുക്കുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിവൈഡ് ദ മോൾ വാല്യൂ ടു ഒബ്റ്റെയിൻ എബോ സ്മോളസ്റ്റ് നമ്പർ കിട്ടാൻ. നമ്പർ ഓഫ് മോൾസ് കിട്ടി അതിനെ സ്മോളസ്റ്റ് നമ്പർ കിട്ടാൻ ഏറ്റവും ചെറിയ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2.021 സ്മോളസ്റ്റ് വാല്യൂ. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:1 എന്താ കിട്ടുക? 1:1 കിട്ടും. അതായത് ദെൻ 2 ഹൈഡ്രജനും 1 കാർബണും 1 ക്ലോറിനും ഇതാണ് കിട്ടുക. ദെൻ ഇൻ ദിസ് റേഷ്യോ ആർ നോട്ട് ഹോൾ നമ്പേഴ്സ്. ഇത് ഹോൾ നമ്പർ അല്ലെങ്കിൽ, ഇഫ് അത് ഹോൾ നമ്പർ അല്ലെങ്കിൽ അതിന് ചെറിയ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ നമ്പർ ആക്കി മാറ്റും. ഓക്കെ, സ്റ്റെപ്പ് 4 ദെൻ റൈറ്റ് ദ എംപിരിക്കൽ ഫോർമുല ബൈ മെൻഷനിങ് ദ നമ്പർ ആഫ്റ്റർ റൈറ്റിംഗ് ദ സിമ്പിൾ ഓഫ് ദി റെസ്പെക്റ്റീവ് എലമെന്റ്സ്. എങ്ങനെയാണുള്ളത്? ദെൻ എങ്ങനെ എഴുതുക നമ്മൾ? ഹൈഡ്രജൻ 2 എണ്ണം, കാർബൺ 1, ക്ലോറിൻ 1. ഇതല്ല അതിൻ്റെ തന്നെ റേഷ്യോ കിട്ടുന്നത്. നോക്കൂ, അപ്പോൾ CH2Cl ദസ് എംപിരിക്കൽ ഫോർമുല ഓഫ് ദി അബോവ് കോമ്പൗണ്ട്. ഇനി എങ്ങനെ മോളിക്കുലാർ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. ഇതിൽ നമ്മളൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ മാസ് ആഡ് ചെയ്തിട്ട് ഏകദേശം ഇങ്ങനെ 12 ആണ്, പ്ലസ് ഹൈഡ്രജന് 2 രണ്ടാൾക്ക്, ക്ലോറിന് 35.5 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. എംപിരിക്കൽ ഫോർമുല മാസ് 14 പ്ലസ് ദെൻ 49.5 എന്ന് കിട്ടും. ഇതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. ഇനി മോളിക്കുലാർ മാസ് ദെൻ എത്ര? മോളിക്കുലാർ മാസ് 98.96 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദെൻ മോളിക്കുലാർ ഫോർമുല മാസിന് എംപിരിക്കൽ ഫോർമുല മാസ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 2 എന്ന് കിട്ടും. മോളിക്കുലാർ ഫോർമുല മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 എന്ന് കിട്ടി. എന്നിട്ട് മോളിക്കുലാർ ഫോർമുല കാണണമെങ്കിൽ ആ n വെച്ച് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × CH2Cl, അപ്പോൾ എത്ര കിട്ടുക? C2H4Cl2. ഇതാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ്. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം. നമുക്ക് ഈ മെത്തേഡ് ആദ്യം നമ്മൾ ചെയ്ത എന്താണ്? റിലേറ്റീവ് ദെൻ നമ്പർ ഓഫ്, ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാം, വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ആയിട്ട് ചെയ്തു. എന്നിട്ട് ലീസ്റ്റ് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ദെൻ നമുക്ക് റേഷ്യോ കിട്ടി. അത് ദെൻ ഹോൾ നമ്പർ അല്ലെങ്കിൽ അതിനെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ ആക്കാൻ ശ്രമിക്കും. ദെൻ അത്ര ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടും. പിന്നെ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കിട്ടുക? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ n എന്നുള്ളൊരു ഇൻഡിജർ കിട്ടും. അതായിട്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. ക്ലിയർ ആണല്ലോ അത്?
അടുത്ത സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യൂട്ടോ, അന്നേരം നോക്കാം നമുക്ക്. ദെൻ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവിങ് 2NH3 ഗ്യാസ്. ഈ ഇക്വേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയത്? നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് 1 മോൾ നൈട്രജൻ, ദെൻ 3 മോൾ ഹൈഡ്രജൻ, 2 മോൾ അമോണിയ ഫോം ചെയ്യും. ദെൻ വെയ്റ്റിലേക്ക് മാറ്റാം. ഇത് 28 ഗ്രാം, ഇത് 6 ഗ്രാം, ദെൻ ഇത് 14 + 3 17 34 ഗ്രാം. നമ്മൾ എന്തിലേക്ക് മാറ്റി? വെയ്റ്റിലേക്ക് മാറ്റി. ദെൻ ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഗ്യാസ് ആയതുകൊണ്ട് വോള്യത്തിലേക്ക് മാറ്റാം. ഇത് 22.4 ലിറ്റർ, ഇത് 3 × 22.4 ലിറ്റർ, ഇത് 2 × 22.4 ലിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ മാസ് അറിയാമെങ്കിൽ അടുത്ത ആളെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഓക്കെ, ഇതൊക്കെയാണ് ഇതിനുള്ള ഗുണങ്ങൾ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്, അന്നേരം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കും, നമ്മൾ ഈ റിയാക്ഷനിൽ 6 ഗ്രാം ഹൈഡ്രജന് 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ 34 ഗ്രാം അമോണിയ കിട്ടും. അപ്പോൾ ഇത് 56 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് 12 ഗ്രാം വേണം. ആര്? ഈ ഹൈഡ്രജൻ 12 ഗ്രാം വേണം. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഇവിടെ നോക്കൂ, 56 ഗ്രാമിന് ഇയാൾ 12 ഗ്രാം വേണം. അപ്പോൾ ഇയാൾ എത്ര ഫോം ചെയ്യും? ദെൻ ഓക്കെ 68 ഗ്രാം ഫോം ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഡബിൾ എടുത്തു നമ്മൾ. ഇനി നമ്മൾ റിയാക്ഷനിൽ ഇയാളെ 56 ഗ്രാമും കൊടുത്തു, ഇയാളെ 6 ഗ്രാമും കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ദെൻ ഇത് 6 ഗ്രാം റിയാക്ട് ചെയ്യാൻ ഇയാൾ 28 മതി, 56 വേണോ? ഇല്ല. അപ്പോൾ ഈ റിയാക്ഷനിൽ ഈ മിക്സറിൽ ആരാ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുക? ദെൻ ഹൈഡ്രജൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുക. ബാക്കി ആരുണ്ടാവും? നൈട്രജൻ ഉണ്ടാവും. ഓക്കെ, ഇതിനാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ. ആരാണ് ലിമിറ്റ് ചെയ്യുന്നത്? ആരാണ് ആദ്യം റിയാക്ഷൻ കഴിയുന്നത്? അപ്പോൾ ആർക്കനുസരിച്ച് അമോണിയ ഉണ്ടാവുക? നൈട്രജൻ അനുസരിച്ച് ഉണ്ടാവുമോ? ഇല്ല. ഈ കംപ്ലീറ്റ് ആവുന്ന ആൾക്കനുസരിച്ച് ഹൈഡ്രജൻ അനുസരിച്ചാണ് ഇവിടെ അമോണിയ ഫോം ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഹൈഡ്രജനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻ. ഒരു റിയാക്ഷനിൽ ദെൻ മുഴുവനായിട്ട് ആദ്യം കൺസ്യൂം ചെയ്യുന്ന റിയേജനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അതായിരിക്കും ആ റിയാക്ഷനിൽ പ്രോഡക്റ്റിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. സോ ലിമിറ്റിംഗ് റിയേജന്റ്, ദെൻ ദ റിയാക്ടന്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ആൻഡ് ഹെൻസ് ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, പ്രോബ്ലം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് 16 ഗ്രാം മീഥെയിൻ എന്നാണ്. അപ്പോൾ നമ്മൾ മീഥെയിൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ നമുക്കറിയണം. മീഥെയിൻ ഓക്സിജനിൽ കത്തിയിട്ട് കാർബൺ മുഴുവനും കാർബൺ ഡൈ ഓക്സൈഡ് ആവും, ഹൈഡ്രജൻ മുഴുവനും 4 ഹൈഡ്രജൻ, അപ്പോൾ 2H2O വേണ്ടി വരും. അപ്പോൾ രണ്ടും 4 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 2O2 എന്ന് എഴുതണം. ക്ലിയർ അല്ലേ എഴുതിയത്? ഇനി എന്താ ചോദ്യം? എന്താ? എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് 16 ഗ്രാം മീഥെയിൻ. അപ്പോൾ 1 മോൾ മീഥെയിന് 2 മോൾ വാട്ടർ, എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് അല്ലേ പറഞ്ഞത്. ഇത് 1 മോളിന് ഇത് 2 മോൾ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. ഇതിൻ്റെ 2 മോൾ എന്ന് പറഞ്ഞാൽ 2 + 16 18 ആണ്. 18 × 2 32. ഇത് 32 ഗ്രാം ഉണ്ടാവും. ഇനി വേറൊന്നും ചെയ്യാനില്ല. ദെൻ ചോദ്യം 16 ഗ്രാമിന് എത്ര കിട്ടുന്നല്ലേ? 16 ഗ്രാമിന് ഇവിടെ എത്ര കിട്ടും? ദെൻ 32 അല്ല 30 എത്ര കിട്ടുക? 38 ഗ്രാം. 18 × 36 38 36 ഗ്രാം. ദെൻ 18 × 2 അല്ലേ വരുന്നത്? 36 ഗ്രാം കിട്ടും. അപ്പോൾ ഇതാണ് ചോദ്യം. 16 ഗ്രാം മീഥെയിന് എത്ര കിട്ടും? അപ്പോൾ 36 ഗ്രാം വാട്ടർ ഫോം ചെയ്യും. മനസ്സിലായില്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തതാണ് ക്വസ്റ്റ്യൻ. How many moles of methane are required to produce 22 gram of carbon dioxide after combustion? നമ്മൾ നോക്കാം. Then how many moles of methane are required to produce 22 gram carbon dioxide? അപ്പോൾ ഇവിടെ നമുക്ക് ഇതന്നെയാണ് കമ്പയർ ചെയ്യാം. ഇത് 1 മോള്, ഇത് 1 മോള്, ശരിയല്ല? ഇനി ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്, നിങ്ങൾക്കറിയാം. ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. അറിയുന്നല്ലേ അത്? ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് 22 ഗ്രാം മതി, ഇതിന് എത്ര ഗ്രാം ഇയാൾ വേണ്ടി വരുന്നതാണ്? 44 ഗ്രാമിന് ഇയാൾ 16 ആണ്. അപ്പോൾ ഇയാൾ 1 ഗ്രാം കിട്ടണമെങ്കിൽ ഇത് 16 ഡിവൈഡഡ് ബൈ 44. അപ്പോൾ 22 ഗ്രാം കിട്ടണമെങ്കിൽ ഇൻറ്റു 22 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഗ്രാം എന്ന് കിട്ടി. മനസ്സിലായില്ല? 44 ഗ്രാം കിട്ടണമെങ്കിൽ 16 ഗ്രാം. അപ്പോൾ 1 ഗ്രാം കിട്ടണമെങ്കിൽ 16 ഡിവൈഡ് ബൈ 44. അപ്പോൾ 22 ഗ്രാം കിട്ടണമെങ്കിൽ ഇൻറ്റു 22. ദെൻ ഓക്കെ, ആൻസർ കിട്ടും. ദെൻ 8 ഗ്രാം എന്ന് കിട്ടും. മനസ്സിലായില്ലേ അത്? ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. അതായത്
മിക്കവാറും ഈ റിയാക്ഷൻസ് ഒക്കെ ഏതെങ്കിലും സൊല്യൂഷനിലാണ് നടക്കുക. അപ്പോൾ സൊല്യൂഷനിൽ പറയുമ്പോൾ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, അതേപോലെ വോള്യൂം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അത് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിന് ഓരോന്ന് നമുക്ക് നോക്കാം. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കൂ. നമ്മൾ 10% W/W, ഈ W/W മാസ് എന്ന് കാണിക്കാനാണ്. NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ അതിൻ്റെ മീനിങ്? എന്താ 10% NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? നമുക്ക് 10% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? 100 മാർക്കിൽ 10 മാർക്ക്, അത്രയേ ഉള്ളൂ. അതേപോലെ 100 ഗ്രാം സൊല്യൂഷനിൽ 10 ഗ്രാം NaCl ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തതാ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പോണൻറ്റ് ദെൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. 100 പാർട്ടിൽ എത്ര പാർട്ട് ഉണ്ട് എന്ന് പറയാം, 100 മാർക്കിൽ എത്ര മാർക്ക് ഉണ്ട് എന്ന് പറയാം. അതാണ് മാർക്കിൻ്റെ പെർസെൻറ്റേജ്. ദെൻ ഇതേപോലെ 100 പാർട്ടിൽ എത്ര പാർട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് മാസ് പെർസെൻറ്റേജ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം നിങ്ങൾ 10% NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? 10 ഗ്രാം NaCl ഇൻ 100 ഗ്രാം സൊല്യൂഷൻ, ശരിയല്ലേ? അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുക? 10 ഗ്രാം NaCl പ്ലസ് 90 ഗ്രാം വാട്ടർ ആഡ് ചെയ്താൽ മതി. ഇവിടെ 90 ഗ്രാം വാട്ടറും 10 ഗ്രാം NaCl കൂടി വന്നാൽ 100 ഗ്രാം സൊല്യൂഷനായി. അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 10 ഗ്രാം NaCl പ്ലസ് 90 ഗ്രാം വാട്ടർ. മനസ്സിലായില്ലേ? അത് ഇതാണ് മാസ് പെർസെൻറ്റേജ്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി വരുമ്പോഴേ 100 ആവുള്ളൂ. ഓക്കെ. ദെൻ ഇനി അടുത്ത് രണ്ടാമത്തെ മെത്തേഡ് അതിൽ എഴുതിയിട്ടുണ്ട്. 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ മീൻസ് 10 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ 90 ഗ്രാം ഓഫ് വാട്ടർ റിസൾട്ടിങ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ഇനി അടുത്ത വോള്യൂം പെർസെൻറ്റേജ്. എന്താ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോകാം. വോള്യൂം ഓഫ് കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇപ്പോൾ 10% ദെൻ V/V വോള്യത്തിനെ കാണിക്കാൻ എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറ. ഇത് ലിക്വിഡാണ്. എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ml എത്തനോൾ ഇൻ 100 ml സൊല്യൂഷൻ. അത് ഗ്രാമിനെ മാറ്റിയിട്ട് വോള്യത്തിലേക്ക് 10 ml എത്തനോൾ ഇൻ 100 ml സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദെൻ ഓക്കെ 10% V/V. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? 10 ml എത്തനോളിലേക്ക് 90 ml വാട്ടർ ആഡ് ചെയ്താൽ മതി. എളുപ്പമല്ലേ അത്? ഓക്കെ. ദെൻ ഇനി അടുത്തതാണ് മോൾ ഫ്രാക്ഷൻ. എന്താണ് ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോക്കൂ, മോൾ ഫ്രാക്ഷൻ എന്താ നോക്കൂ. നമ്മൾ 2 കോമ്പോണൻറ്റ് എയും ബി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. 2 കോമ്പോണൻറ്റ് എ ആൻഡ് ബി കൂട്ടിച്ചേർത്തിട്ട്. ഇപ്പോൾ ദെൻ വെള്ളവും ഉപ്പും കൂടി ചേർത്താണ് വിചാരിച്ചോ. ദെൻ ഇനി മോൾ ഫ്രാക്ഷൻ ഇതിനെ കൈ എന്നാ കൊടുക്കുക. കൈ എ ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. 2 കോമ്പോണൻ്റ് ആണ് ഉള്ളതെങ്കിൽ ഒരാളെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അയാളെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സോ കൈ ബി ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പോൾ എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്സ് ഇൻ സൊല്യൂഷൻ. അതിനെ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. കൈ എ കൈ ബി രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? കൈ എ പ്ലസ് കൈ ബി ഈക്വൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ ദെൻ ഇവിടെ സെയിം ആണ്. അപ്പോൾ മുകളിൽ ആഡ് ചെയ്താൽ NA പ്ലസ് NB ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് കിട്ടും. സോ 1 എന്ന് കിട്ടും. അപ്പോൾ എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണൻറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ. ഓക്കെ. ദെൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്. ഇക്വേഷൻ എഴുതിയതാണ്. കൈ 1 ഈക്വൽ ടു N1 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. കൈ 2 ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ദെൻ ഇൻ ജനറൽ ദെൻ എഴുതിയിട്ടുണ്ട്. ഇനി എല്ലാ മോൾ ഫ്രാക്ഷൻസും കൂടി ആഡ് ചെയ്താൽ എന്തായിരിക്കും? 1 കിട്ടും. 3 കോമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആ 3 കോമ്പോണൻ്റെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താലേ 1 കിട്ടുള്ളൂ. സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1 കിട്ടും. ക്ലിയർ അല്ലേ അത്? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൊളാരിറ്റി. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ.
ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിനെ പറയുന്ന പേരാണ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കും, ദെൻ 2 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. ഇതിൽ 10 മോൾ NaCl ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, 10 മോൾ NaCl. സോ മൊളാരിറ്റി എന്തായിരിക്കും? മൊളാരിറ്റി ക്യാപിറ്റൽ M കൊടുക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB ഡിവൈഡഡ് ബൈ വോള്യൂം ഇൻ ലിറ്റർ ചെയ്താൽ മതി. 10 ഡിവൈഡഡ് ബൈ 2 5 എന്ന് കിട്ടും. മൊളാരിറ്റി 5 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? 5 മോൾ NaCl ദെൻ 1 ലിറ്ററിലുണ്ട്. ദെൻ അതല്ലേ അതിൻ്റെ മീനിങ്. അതിൻ്റെ മൊളാരിറ്റി 5 എന്ന് കൊടുക്കാം. അപ്പോൾ മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? 5 മോളാർ അല്ലെങ്കിൽ 5 മോൾ പെർ ഇങ്ങനെ കൊടുക്കാം. 5 മോൾ പെർ ലിറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 5 ക്യാപിറ്റൽ M എന്ന് പറയാം. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി ഇതിനൊന്നുകൂടി നമുക്ക് നന്നാക്കി എഴുതാം. എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാൻ? WB ഡിവൈഡഡ് ബൈ MB. നമ്പർ ഓഫ് മോൾസിന് വോള്യൂം ഇൻ ലിറ്ററിലാണ് ഇങ്ങനെ, വോള്യൂം ഇൻ മില്ലി ലിറ്ററിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിലോ ആണെങ്കിൽ 10⁻³ ആയിട്ട് ഇവിടെ അത് മുകളിലേക്ക് പോകുമ്പോൾ 1000 എന്നുണ്ടാവും. സോ മൊളാരിറ്റിക്കുള്ള ഇക്വേഷനാണ് WB ബൈ MB, 1000 ഡിവൈഡഡ് ബൈ വോള്യൂം ഇൻ മില്ലി ലിറ്റർ ഓർ സെൻറ്റിമീറ്റർ ക്യൂബ്. സോ ഇതാണ് മൊളാരിറ്റി. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇനി അടുത്തത് വരുന്നുണ്ട് മൊളാലിറ്റി. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, എന്താ മൊളാലിറ്റിയിൽ എന്താ ഉള്ളത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ്. പെർ കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ അല്ല, പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ 2 കിലോ വെള്ളത്തിൽ വാട്ടറിൽ 10 മോൾ NaCl ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താ മൊളാലിറ്റി സ്മോൾ m ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ WA ഇൻ കിലോഗ്രാം. ഈ WA എന്നുള്ളത് മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. ഇതിനാണ് മൊളാലിറ്റി എന്ന് പറയാം. ദെൻ ഇവിടെ ചെയ്താൽ 5 മോളാൽ എന്ന് കിട്ടും. മോളാർ അല്ല, മോളാൽ. ദെൻ അല്ലെങ്കിൽ 5 സ്മോൾ m എന്ന് എഴുതിയാൽ മതി യൂണിറ്റ് ആയിട്ട്. അപ്പോൾ എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇതിന് നമുക്ക് ഇതേപോലെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. സ്മോൾ m ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസിന് WB ബൈ MB. WA ഇൻ ഗ്രാമിലാണെങ്കിൽ ദെൻ 1000 മുകളിൽ വേണം. ഇവിടെ ആണെങ്കിൽ 10⁻³ അത് മുകളിലേക്ക് പോകുമ്പോൾ 1000 ഉണ്ടാവും. സോ മൊളാലിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ മൊളാരിറ്റി പഠിച്ചു. ഏതൊക്കെ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ? ഒന്ന് മാസ് പെർസെൻറ്റേജ്, വോള്യൂം പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, അതേപോലെ മൊളാലിറ്റി. ഡെഫിനിഷനൊക്കെ ചോദിക്കും കേട്ടോ. എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണൻറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണൻറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്. ഇനി മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ക്ലിയർ ആണോ ഇതെല്ലാം? ഇനി ഇവിടെ നോക്കൂ, നമ്മൾ വെള്ളത്തിൽ ഇതിനൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിക്വിഡിൻ്റെ വോള്യൂം ഇത്തിരി മാറും, പക്ഷേ മാസ് മാറുമോ? ഇല്ല. വോള്യൂം എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ വോള്യൂമുള്ള ടേംസൊക്കെ ടെമ്പറേച്ചർ മാറുമ്പോൾ മാറും, വോള്യൂം പെർസെൻറ്റേജ് മാറും, മൊളാരിറ്റി മാറും. കാരണം എന്താ? വോള്യൂം ഓഫ് സൊല്യൂഷനിൽ ലിറ്റർ ഉണ്ട്, പക്ഷെ മൊളാലിറ്റി മാറോ? ഇല്ല. അവിടെ എന്താ ഉള്ളത്? നമ്പർ ഓഫ് മോൾസും മാസ് ഓഫ് സോൾവെൻ്റ് ഉള്ളത്. അവിടെ മാറൂലല്ലോ. അതേപോലെ മോൾ ഫ്രാക്ഷനും മാറൂല. അപ്പോൾ മൊളാലിറ്റി മാറൂല, മോൾ ഫ്രാക്ഷന് അതേപോലെ മാസ് പെർസെൻറ്റേജ് ഇതൊന്നും ടെമ്പറേച്ചർ മാറുമ്പോൾ മാറൂല. പക്ഷേ ഏതാ മാറുക? മൊളാരിറ്റി മാറും, അതേപോലെ വോള്യൂം പെർസെൻറ്റേജ് ഒക്കെ മാറും. മാസ് പെർസെൻറ്റേജ്, ppm, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ബട്ട് മൊളാരിറ്റി, നോർമാലിറ്റി ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കും. വോള്യൂം പെർസെൻറ്റേജ് ആർ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ദിസ് ഈസ് ബിക്കോസ് വോള്യൂം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മാസ് ഡസ് നോട്ട്. ഓക്കെ, ഇതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇതും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ അവസാനിക്കുന്നു. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ തിയറി പാർട്ട്. നമ്മളെടുത്ത കാര്യങ്ങൾ എന്താണ് മാറ്റർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും റൗണ്ടിങ് ഓഫ് നമ്പേഴ്സും പറഞ്ഞു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ,
ഫോർമേഷൻ, ഇത് കഴിഞ്ഞിട്ട് അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, പിന്നെ മോൾ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് മാസ് പേഴ്സൻറ്റേജ്, പിന്നെ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, അത് കഴിഞ്ഞിട്ട് സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നന്നായിട്ട് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇവിടെ നിർത്താം. താങ്ക് യു.